അത്തരത്തിൽ തന്നെയാണ് സുജയ. ഒരു സർവ്വമത പ്രാർത്ഥനയോടുകൂടി നമുക്കറിയാം, നമ്മുടെ മുണ്ടക്കൈയിലേക്ക് കയറുമ്പോൾ തൊട്ടടുത്തൊരു മുസ്ലിം പള്ളിയുണ്ട്, അതിനോട് ചേർന്നൊരു കുരിശ് പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളിയുണ്ട്, ഒരു ക്ഷേത്രമുണ്ട്. അങ്ങനെ എല്ലാ മതസ്ഥരും നമ്മളിന്ന് രാവിലെ അരുൺകുമാറിൻ്റെ ഷോയിൽ അവിടെ സംസാരിച്ച അലവി എന്ന് പറയുന്ന ഇക്ക പറയുന്നുണ്ടായിരുന്നു, തങ്ങളുടെ വീടുകൾ തൊട്ടടുത്തടുത്താണ്, ആ വീടുകൾക്ക് പല വീടുകൾക്കും ചുറ്റുമതിലില്ല. അതെന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞ മറുപടി, അങ്ങനെ ഒരു ചുറ്റുമതിലിൻ്റെ ആവശ്യമില്ല, എല്ലാം നമ്മുടെ കുടുംബക്കാരാണ്, എല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരാണ്, നമ്മൾ ഒരുമിച്ച് കഴിയുന്നവരാണ്, നമുക്കിടയിൽ ചുറ്റുമതിലുകൾ തീർത്തിട്ട് വേർതിരിവിൻ്റെ ആവശ്യമില്ല. ഈ എന്തൊരാവശ്യം വന്നാലും, ആർക്ക് എന്തൊരാവശ്യം വന്നാലും ജാതിമത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ തന്നെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഇവിടെ ഉണ്ടായിരുന്നവർ എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അത് മുണ്ടക്കൈയിലായിരുന്നാലും, അത് പുഞ്ചിരിമട്ടത്തായിരുന്നാലും, ചൂരൽമലയിലായിരുന്നാലും ഒക്കെ അത്തരത്തിൽ ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്ന ആളുകളാണ്. അവർക്ക് ഈ പറഞ്ഞതുപോലെ ജാതിയും മതവും ഒക്കെ അത് വിശ്വാസ പ്രമാണങ്ങളുടെ ഭാഗമായി കൊണ്ടു നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ നാട് മുഴുവൻ അത് മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും ക്ഷേത്രവും ഒക്കെയായിട്ട് വളരെ സൗഹാർദ്ദത്തിൽ, വളരെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരിടമായി തന്നെ മുന്നോട്ട് പോയിരുന്ന ആളുകളാണ്. സ്വാഭാവികമായും അവരർഹിക്കുന്ന തരത്തിലുള്ളൊരു യാത്രയാണ്. ഇപ്പോൾ നേരത്തെ ആ ചേച്ചി സംസാരിച്ചപ്പോൾ മുണ്ടക്കൈ മേപ്പാടി സ്വദേശിനിയാണ്, അവർക്കറിയുന്ന പലരും ദുരന്തത്തിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപക്ഷെ ഇവിടെ വന്നു നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്. ഇതിപ്പോൾ ക്ഷേത്ര ഭാരവാഹികളായിട്ടുള്ള ആളുകളാണ് ഇവിടെ പൂജാകർമ്മങ്ങൾക്കും ഈ സമൂഹ മത പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതിനും അതിൽ പങ്കാളികളാകുന്നതിനും വേണ്ടി വരുന്നത്. മറ്റു മത പണ്ഡിതരും അതുപോലെ തന്നെ വരുന്നുണ്ട്, ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, മഹല്ല് ഭാരവാഹികൾ, അങ്ങനെ എല്ലാവരും ഒരു നാടൊന്നാകെ ഈ ദുരന്തത്തിൽപ്പെട്ടുപോയ ആളുകൾക്ക് അന്ത്യയാത്രാമൊഴി നൽകുന്നതിന് വരുന്നു. ഈ തിരിച്ചറിയപ്പെടാത്തവരുടെ സംസ്കാരം എന്ന് പറയുമ്പോഴും സുജയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നിവിടെ സംസ്കരിക്കപ്പെടാൻ പോകുന്ന ആളുകളിൽ പലരും ഒരുപക്ഷേ ഇവരോടൊപ്പം നടന്നിട്ടുള്ളവരായിരിക്കണം, ഇവരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചവരായിരിക്കണം, ഇവരോടൊപ്പം സന്തോഷവേളകൾ പങ്കിട്ടവരായിരിക്കണം. ഈ ലഭിച്ച ശരീരഭാഗങ്ങൾ, അത് കാലുകളായിരുന്നാലും കൈകളായിരുന്നാലും, ഒരുപക്ഷേ ഇവരോടൊപ്പം ഇവിടെ നിൽക്കുന്ന പലരുടെയും ഒപ്പം കൈകോർത്ത് നടന്ന കൈകളായിരിക്കാം ഒരുപക്ഷേ കൈകൾ മാത്രമായിട്ട് ലഭിച്ചിട്ടുണ്ടാവുക. അവരോടൊപ്പം വെച്ച ചുവടുകൾ വെച്ച കാലുകളായിരിക്കാം ഒരുപക്ഷേ കാലുകൾ മാത്രമായിട്ട് ലഭിച്ചിട്ടുണ്ടാവുക. അവരോടൊപ്പം കെട്ടിപ്പിടിച്ച് നടന്നിട്ടുള്ള ആളുകൾ തന്നെയായിരിക്കാം, ഹോരം ചേർന്ന് ആളുകൾ തന്നെയായിരിക്കാം, തലയില്ലാതെയും തലയ്ക്ക് കീഴ്പോട്ട് മാത്രമായിട്ടും അരയ്ക്ക് കീഴ്പോട്ടും അഴയ്ക്ക് മേൽപോട്ടും എന്നൊക്കെയുള്ള രീതിയിൽ ചിന്നിച്ചിതറി കിട്ടിയ ശരീരഭാഗങ്ങളൊക്കെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷെ ഇവിടെ നിൽക്കുന്ന പലർക്കും വേണ്ടപ്പെട്ടവരോ അവരോടൊപ്പം സമയം ചിലവഴിച്ചവരോ അവരോടൊപ്പം സന്തോഷവേളകൾ, ആനന്ദവേളകൾ ഒരുമിച്ച് ആഘോഷിച്ചവരോ ഒക്കെ ആയിരിക്കാം. ഏതായാലും അവർക്കൊക്കെ ആ തരത്തിലൊരു യാത്രയപ്പ് കൊടുക്കാനാണ് ഇവർക്കൊക്കെ വിധി എന്നുള്ളതാണ് ഏറെ വേദനാജനകമെന്ന് പറയുന്ന കാര്യം. സർവ്വമത പ്രാർത്ഥനയ്ക്കുള്ള പന്തലും അവിടെ ഒരുങ്ങുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മഴയ്ക്കുള്ള സാധ്യത ഇപ്പോൾ വീണ്ടും വെയിൽ തെളിഞ്ഞ് വരുന്നുണ്ട്, പക്ഷേ എന്നാലും മഴ പെയ്യുമോ എന്നുള്ള സംശയമുണ്ട്. അതിനപ്പുറത്തേക്ക് സർവ്വമത പ്രാർത്ഥനയ്ക്ക് അതിനുള്ള അവസരം ഒരുക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു പന്തൽ തയ്യാറാക്കുന്നതിനുള്ള ക്രമീകരണവും തൊട്ടടുത്ത് നടക്കുകയാണ്. അതിനോടൊപ്പം തന്നെ സംസ്കാരത്തിനുള്ള കുഴികൾ അത് ഒരു ഭാഗത്ത് തുടരുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് സന്നദ്ധ പ്രവർത്തകരാണ് എന്നുള്ളതാണ് ഏറെ പ്രധാനം. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർവ്വമത പ്രാർത്ഥന നടത്തുമ്പോൾ ഈ കുഴികളിലേക്ക് അല്ലെങ്കിൽ ഈ സംസ്കാര ചടങ്ങുകളിലേക്ക് ഇന്നിപ്പോൾ വരുന്ന ആളുകൾ, അതിൽ സംസ്കരിക്കപ്പെടുന്ന ആളുകൾ, അത് പല വിശ്വാസങ്ങളിലുള്ളവരാണ്, പല രാഷ്ട്രീയ ആശയാദർശങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആളുകളാണ്, പല കുടികൾ പിടിച്ചിരുന്ന ആളുകളാണ്, പലർക്കും വേണ്ടി മുദ്രാവാക്യം വിളിച്ച ആളുകളാണ്. പക്ഷേ അവർക്ക് വേണ്ടി ഒരുപക്ഷെ അവരുടെ എതിരാളികളായിട്ടുള്ള ആ ചേരിയിൽ നിൽക്കുന്നവർ പോലും ഇന്നിവിടെ ഒരുമിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനം. എല്ലാ രാഷ്ട്രീയ പേരെടുത്ത് പറഞ്ഞാൽ പലരും ചിലപ്പം മിസ്സായി പോകും, അതുകൊണ്ട് അങ്ങനെ പേരെടുത്ത് പറയാൻ തുനിയുന്നില്ല. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ, സന്നദ്ധ സംഘടനകളുടെ, മറ്റു ഓർഗനൈസേഷൻ്റെ, പ്രാദേശിക കൂട്ടായ്മകളുടെ, നാട്ടുകൂട്ടങ്ങളുടെ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള വോളണ്ടിയേഴ്സ് കഴിഞ്ഞ കുറേ ദിവസമായി സർവ്വസജ്ജരായി ഇവിടെ നിൽക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 വർഷം മുമ്പ് നടന്ന പുത്തുമല ദുരന്തം ചെറിയൊരു ദുരന്തമാണെങ്കിൽ പോലും നിരവധി പേർ അന്നും മരിച്ചിരുന്നു, നിരവധി പേരെ അന്നും കാണാതായിരുന്നു, അന്നും ലഭിക്കാതെ പോയിരുന്നു. അന്ന് മണ്ണൊക്കെ ഒലിച്ച് വന്ന് ഒരു തേയിലത്തോട്ടമാണ്, തേയിലത്തോട്ടത്തിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒന്ന് കണ്ണോടിച്ചാൽ പരിസരത്തേക്ക് പാറക്കൂട്ടങ്ങൾ നമുക്ക് കാണുകയും ചെയ്യാം. അന്ന് ഒരുപക്ഷേ കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് ആ ദുരന്തത്തിൻ്റെ യഥാർത്ഥ ഇരകളായിട്ടുള്ള പ്രദേശങ്ങൾ, സ്ഥലങ്ങൾ, അവിടെ നിന്നുള്ള ആളുകളൊക്കെ, അവരുടെ ശരീരങ്ങളൊക്കെ വന്നടിഞ്ഞ മണ്ണുകൂടിയായിരിക്കണം ഈ മണ്ണ്. അവരുടെ ശരീരത്തെ ഏറ്റുവാങ്ങിയ മണ്ണ് തന്നെയാണ് മറ്റൊരു ദുരന്തത്തിനിരയായ ആളുകളുടെ ശരീരഭാഗങ്ങളും ഇന്നിപ്പോൾ ഏറ്റുവാങ്ങാൻ പോകുന്നത് എന്നുള്ളത് ഒരു പക്ഷേ അത്തരമൊരു അവസരം കൂടി കാലം കരുതി വെച്ചിട്ടുണ്ടായിരിക്കണമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇങ്ങനെ ഒരു മുഹൂർത്തം, ഇങ്ങനെ ഒരു വേദി ഒരുങ്ങിയത് എന്നുള്ളതും അത് ഒരുപക്ഷെ കോയിൻസിഡൻസ് ആയിരിക്കണം, അത് പറയാതിരിക്കാനാവില്ല. ഏതായിരുന്നാലും ഒരു ദുരന്തഭൂമിയായ വയനാട് ഇത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രകൃതിയുടെ വിളയാട്ടം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പലരും പല രീതിയിൽ ഇപ്പോഴും അവിടെ വളരെ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. ഇപ്പോൾ പുത്തുമലയിൽ കൂട്ട സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ, കൂട്ട കുഴിമാടങ്ങൾ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു ദൃശ്യം നമ്മുടെ നാട്ടിൽ, നമ്മുടെ മുന്നിലേക്ക് വരികയാണ്.
തിരിച്ചറിയാത്ത മനുഷ്യർ ആരാണെന്നറിയാതെ എല്ലാവർക്കുമായി എല്ലാ പ്രാർത്ഥനകളും ഒന്നിച്ചു ചൊല്ലാൻ പോകുന്ന നേരമാണിത്. പുത്തുമലയിൽ ഒരു സങ്കട പെയ്ത്താണ് നമ്മൾ 2019 കണ്ടത്. 5 ആണ്ടുകൾക്കിപ്പുറം അതേ പുത്തുമലയിൽ അതിന് കുറച്ചപ്പുറത്ത് മാത്രം മാറി സംഭവിച്ച ഉരുൾപൊട്ടലിൽ ഇല്ലാതായ മനുഷ്യരെ ഒന്നിച്ച് സംസ്കരിക്കാനായി കുഴിമാടങ്ങൾ തയ്യാറെടുക്കുകയാണ്. മുഴുവനായി മൃതദേഹം കിട്ടാത്ത മനുഷ്യരുണ്ട്. അവരുടെ ദേഹഭാഗങ്ങളാണ് സംസ്കരിക്കുന്നത്. കൂട്ടക്കുഴിമാടങ്ങൾ ഒരുങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. പുത്തുമലയിൽ ഒന്നിച്ചു മടങ്ങുന്നു, എല്ലാ മനുഷ്യരും ഒന്നിച്ചു മടങ്ങുന്നു. ഒരുമിച്ച് ആ സംസ്കാരത്തിനായുള്ള ഒരുക്കങ്ങളാണ് പുത്തുമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പുത്തുമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. സർവ്വമത പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ. അതിനായുള്ള ഒരുക്കങ്ങളുമെല്ലാം അവിടെ നടക്കുകയാണ്. മനുഷ്യ, നീ മണ്ണോട് ചേരുമ്പോൾ ഒന്നായാണ് മടങ്ങുന്നതെന്ന സന്ദേശമായി മാറുന്നു പുത്തുമലയിലെ സംസ്കാരത്തിൻ്റെ കാഴ്ചകൾ.